അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുറാദി യാ മുറാദി യാ മുറാദി മുറാദി ഷാ ഖദീറുല്ലാ മുറാദി വശൗഖി യംദയാ ഖുതുബുസ് സമാനി വുജൂദി മൽഹറുല്ലാഹി സുൽത്താനി. ഫൗസിയ ടോക്ക് സീരീസിലെ റംസാൻ പ്രഭാഷണമായ കർമ്മങ്ങളുടെ മർമ്മം എന്ന വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് സംസാരിക്കാം. കർമ്മങ്ങളുടെ മർമ്മം, ആ വിഷയം തിരഞ്ഞെടുത്തതിന് ഭയങ്കര പ്രാധാന്യമാണ്. കർമ്മങ്ങളുടെ മർമ്മത്തിനെ പറ്റി പറഞ്ഞാൽ കുറേ പറയാനുണ്ടാവും. കർമ്മങ്ങൾ നമുക്കറിയാം, മർമ്മങ്ങളും നമുക്ക് കേട്ടിട്ടുണ്ട്. കർമ്മങ്ങളെ വിശദീകരിക്കുന്നതാണ് ഫിഖ്, കർമ്മശാസ്ത്രം. മർമ്മങ്ങൾ അറിയുന്നത് തത്വജ്ഞാനികളാണ്, ആത്മീയ ഗുരുക്കന്മാർ. ചെറിയവർ കുറേ കർമ്മങ്ങൾ ചെയ്താലും ഒരുപക്ഷെ മർമ്മത്തിലെത്തില്ല. എന്നാൽ ആത്മജ്ഞാനികൾ ഒരൊറ്റ കർമ്മത്തിനോട് തന്നെ അത് മർമ്മത്തിലെത്തിക്കുന്നതാണ്. നമ്മൾ പല ചരിത്രങ്ങളും അതിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവും, പക്ഷേ നമ്മൾ ഒരുപക്ഷെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവില്ല, അല്ല മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. കർമ്മങ്ങളുടെ മർമ്മങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഒന്നാമത്, നമ്മളിപ്പോൾ ഇസ്ലാമിലെ പല കർമ്മങ്ങളിലും നമ്മൾ കാണാം, എല്ലാത്തിനെയും തുടങ്ങുന്ന ഫർളുകൾ തുടങ്ങുന്നത് നീയത്ത് കൊണ്ടായിരിക്കും. ഏത് കർമ്മമാണെങ്കിലും അത് തുടങ്ങുന്നത് നീയത്തായിരിക്കും. ഇപ്പം ഏറ്റവും ചെറിയ 2 ഫർള് മാത്രമുള്ള കാര്യമാണ് വലിയ ശുദ്ധി. അതിൽ 2 ഫർള് മാത്രമേ ഉള്ളൂ. ഒന്ന് നീയത്താണത്, രണ്ടാമത്തെ കർമ്മം എന്താണെന്ന് വെച്ചാൽ ചെയ്യലാണ്, അഥവാ ശരീരം മുഴുവനും വെള്ളത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നീയത്തിന് ഈ കർമ്മങ്ങളിൽ വളരെ പ്രാധാന്യമുണ്ട് ദീനിൽ. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനെ പറ്റിയിട്ട് വിശദമായി സംസാരിക്കാം. അള്ളാഹു അതിനനുസരിച്ച് സംസാരിക്കാൻ എനിക്കും അതുപോലെ നിങ്ങൾക്കത് മനസ്സിലാക്കാനും അത് പ്രവർത്തനത്തിൽ കൊണ്ടുവരാനും അത് അള്ളാഹു സ്വീകരിക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. മുമ്പൊരു കഥ കേട്ടിട്ടുണ്ട്, നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. ഒരു ആട്ടിനെ ഓടിക്കണം. അപ്പോൾ അതിനെ അടിക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് ഓങ്ങിയപ്പോൾ ഈ ആട്ടിനെ അടിക്കാൻ പറ്റുന്നില്ല. കാരണം മൂപ്പര് നോക്കുന്ന സമയത്ത് ആട്ടിൻ്റെ ഏത് ഭാഗത്ത് തൊട്ടാലും മർമ്മങ്ങളാണ്, അതിൽ കൊണ്ടുകഴിഞ്ഞാൽ ആട്ടിൻ്റെ ജീവൻ പോകും. എന്നാൽ സാധാരണക്കാരായ ഒരാളോട് പറഞ്ഞാൽ എത്ര വേണമെങ്കിലും എവിടെ വേണമെങ്കിലും അടിക്കും, എന്നാലും ആട്ടിന് ഒരു പക്ഷെ ഒന്നും പറ്റില്ല, ചെറിയ വേദന ഉണ്ടാകുന്നല്ലാതെ. അപ്പോൾ ഈ മർമ്മങ്ങൾ അറിയുന്നവർക്ക് അത് ഒരൊറ്റ പ്രാവശ്യം ചെയ്താൽ മതി. നമ്മളിപ്പോൾ കുറേ നമസ്കരിക്കുന്നുണ്ട് അല്ലേ, നമ്മൾ ഈ 5 വക്ത നിസ്കാരം കുറഞ്ഞത് എല്ലാ ദിവസവും നിസ്കരിക്കുന്നത് കൂടാതെ അതിൻ്റെ സുന്നത്തുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ റമദാൻ മാസം പിന്നെ തറാവീഹും ഇത്തരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതങ്ങനെയും പോകുന്നുണ്ട്. എന്നാൽ ഈ നിസ്കാരത്തിൽ തന്നെ നമുക്ക് മർമ്മമായ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്ന അസ്വലാത്ത് മേറാജുൽ മൂമിനീന അല്ലേ. നിസ്കാരം എന്ന് പറയുന്നത് മൂമിനീങ്ങളുടെ മേറാജാണ്. നമ്മളെവിടെ ഈ മേറാജ് കണ്ടിരിക്കുന്നത്? ഇതിന് ആരെങ്കിലും ഇപ്പോൾ ഈ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരെ ആരെങ്കിലും വിശദീകരിച്ചിട്ടുണ്ടോ? ഈ മേറാജ് നമുക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാന്നുള്ള സംഭവമാണല്ലോ മേറാജ്. അത് നമുക്ക് ഈ നിസ്കാരത്തിൽ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അത് മാത്രം ആലോചിച്ചാൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പിടിയിട്ടും ഇതിൽ നമുക്ക് കുറേ മർമ്മങ്ങൾ കൂടി മനസ്സിലാക്കാൻ. വെറും കർമ്മം മനസ്സിലാക്കാൻ കൊണ്ട് മാറും കാര്യമില്ല, ഇത് മർമ്മത്തിലേക്ക് എത്തുന്നില്ല. ചില സമയത്ത് നമ്മൾ എല്ലാ കർമ്മങ്ങളും ഉണ്ടല്ലോ, എത്ര നമുക്ക് കർമ്മങ്ങൾ ചെയ്താലും ഒരുപക്ഷെ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ലെങ്കിൽ ആ കർമ്മക്ക് വിഫലമാണ് അല്ലേ. ഇപ്പം ചില ആൾക്കാർ പറയും നമ്മൾ എന്ത് ചെയ്തു എന്നല്ല, എന്തിന് ചെയ്തു എന്നുള്ളതാണ് പ്രാധാന്യം. നമ്മൾ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഉസ്താദൊക്കെ ഇതിന് മുമ്പിലുള്ള ടോക്കിലൊക്കെ അതിനെ പറ്റിയിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരി എന്തിന് ചെയ്തു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ മർമ്മത്തിലേക്ക് എത്തുന്നത്. അസ്വലാത്ത് മേറാജുൽ മൂമിനീന, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു സ്ഥാനത്തേക്ക് നമ്മൾ എത്തുന്നില്ല. മഹാനായ അലിയാർ തങ്ങൾ ഒക്കെ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടതാണ്, അമ്പ് തറച്ചതും എന്നാൽ അത് വലിക്കാൻ പറ്റാതെ വേദനയോട് പൊടയുന്ന സമയത്ത് ഞാൻ 2 റക്അത്ത് നിസ്കരിക്കുക, അതിനിടയിൽ നിങ്ങൾ വലിച്ചോളൂ എന്ന് പറഞ്ഞതും, ആ അമ്പ് വലിച്ചെടുത്തപ്പോൾ പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് എന്തേ വലിച്ചില്ല എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക്, അഥവാ അത്രയും വേദന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല അവർ ആ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ അത് മേറാജായി മാറുകയാണ്. അതേപോലത്തെ നിസ്കാരം നമുക്ക് എവിടെ കിട്ടാം? ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? അത് ആത്മജ്ഞാനികളായ ആ കാലഘട്ടത്തിലെ ആരാണോ അതിന് അർഹര് അവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ, അല്ലെങ്കിൽ അവരെ അറിയിക്കുന്നവർക്കും. ആ മർമ്മത്തിലേക്കാണ് നമ്മൾ ഈ കൊണ്ടുപോകുന്നത് ഇൻഷാ അല്ലാഹ്. വെറും കർമ്മം മാത്രം പോരാ, അത് മർമ്മം അറിഞ്ഞ് ചെയ്താൽ മാത്രമേ കർമ്മം ഫലമാവുള്ളൂ, അത് ഫലവത്താവുള്ളൂ. വെറുതെ നമ്മൾ കുറേ കർമ്മം. ഇപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ ഒരു സംഭവം ഉണ്ടായി, ഒരു സ്ഥലത്ത് വീട് പൊളിച്ച് പണിയുന്ന സമയത്ത് അവർ കിണർ വെള്ളം മാറ്റുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാ തെങ്ങുകൾക്കും വെള്ളമടിക്കാണ്. കുറേ തെങ്ങുകൾക്ക് വെള്ളമടിച്ച് ലാസ്റ്റ് മേലെ നോക്കിയപ്പോൾ മണ്ടയില്ലാത്ത കുറേ തെങ്ങുകളായിരുന്നു അതിൻ്റെ വെള്ളമടിച്ചത്. അപ്പം കർമ്മം മാത്രം നടന്നു, മർമ്മം നടന്നില്ല. എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നടന്നില്ല. അങ്ങനെ പല നമ്മളെ പ്രവർത്തികളും മർമ്മമില്ലാതെ അങ്ങ് പോവുകയാണ്. ഇപ്പം നമ്മൾ
വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ എടുത്താൽ തന്നെ നമ്മൾ പലതും പഠിക്കുന്നതും നമ്മൾക്ക് എന്തിലേക്കാണോ എത്തേണ്ടത് അതിലേക്ക് എത്തുന്ന രീതിയിലേക്കല്ല നമ്മൾ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഇപ്പൊ പലതും പോകുന്നത്. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് എവിടെയാണോ എത്തേണ്ടത് ആ സ്ഥലത്തേക്ക് എത്താനുള്ള മർമ്മങ്ങളോ കാര്യങ്ങളോ അതിലേക്ക് കാണിക്കുന്നില്ല. ചിലതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഉപകരിക്കുന്നതിനും പല കാര്യങ്ങൾക്കും നമുക്ക് ഉപകരിക്കാത്തതാണ്. അപ്പൊ കർമ്മവും മർമ്മവും നമ്മൾ അറിഞ്ഞ് പ്രവർത്തിച്ചാൽ മാത്രമേ ആ മർമ്മത്തിലേക്ക് എത്താവൂ. ആ മർമ്മത്തിലെത്തുന്ന ഒരൊറ്റ പ്രവൃത്തി മതിയാവും. മഹാനായ ഉദ്ബുസ്മാൻ മഹാനവറുകൾക്ക് പറയുന്നുണ്ട്, ഒരു മൂമിനിന്റെ 2 റക്അത്ത് നിസ്കാരം മതി, ആ പ്രപഞ്ചത്തിന് മാത്രം അനുഗ്രഹമാകുന്ന ഒരു രീതിയിലേക്ക് അത് വരും. അതുപോലെ തന്നെ ആ മഹാന്മാരുടെ ഉറക്കവും അവരുടെ ചലനവും അവരുടെ പ്രവൃത്തിയായാലും എന്ത് കർമ്മമായാലും അത് മർമ്മത്തിലേക്ക് എത്തിച്ചുകൊണ്ടുള്ളതാണ് അവരുടെ പ്രവൃത്തികൾ. അവരൊരു നോട്ടായാൽ തന്നെ അത് എങ്ങനെ നിൽക്കണം, ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ എങ്ങനെ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കണം, അങ്ങനെ കുറേ മർമ്മങ്ങളുള്ളതാണ് ഈ കർമ്മങ്ങൾ. അല്ലാതെ ജസ്റ്റ് നമ്മൾ കുറേ കർമ്മങ്ങൾ ചെയ്യുക എന്നിട്ട് മർമ്മത്തിൽ എത്താതിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇസ്ലാം കാര്യം 5 അതിൽ നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, സക്കാത്ത് എടുക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നാമത്തെ കാര്യം അതാണ് മർമ്മം. ആ മർമ്മത്തിലേക്ക് ഒന്നുകിൽ തിരിഞ്ഞു നോക്കുന്നില്ല, ആരും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. എന്നാൽ അതിന് സംസാരിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാലങ്ങളിലായിട്ട് അവൻ്റെ ഔലിയാക്കൾ, അത് ആരിഫീങ്ങളായ ജനങ്ങളെ, ആളുകളെ ദുനിയാവിലേക്ക് നമ്മളേക്ക് അയച്ചിരിക്കുന്നു. അതിൽ പെട്ടെന്ന് ഗൗസുൽ-ആലം അഷ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളൊക്കെ ഇവിടെ വന്നത്, അവരെ അയച്ചത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചതെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ജനങ്ങളെ സമുദ്ധരിച്ച് ഏത് മർമ്മത്തിലേക്കാണോ എത്തേണ്ടത് ആ കർമ്മം ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ കുറേ നിങ്ങൾ കർമ്മം ചെയ്യുക എന്നുള്ളതല്ല. മർമ്മത്തിലേക്ക് എത്താനുള്ള ഒരൊറ്റ കർമ്മം ചെയ്താൽ തന്നെ അത് ഫലവത്താവും. അപ്പൊ നീയത്താണ് മെയിൻ. ആ നീയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇസ്ലാം കാര്യം ഒന്നാമത് തുടങ്ങുന്നത് ഷഹാദത്ത് കലിമയിലാണ്. നമ്മളിപ്പോൾ വിശപ്പ് സഹിച്ചിട്ടാണ് നോമ്പ് വെക്കുന്നത് അല്ലേ? പക്ഷെ ഇതേ അവസരത്തിൽ നോമ്പില്ലാത്ത സമയത്താണ് സാധാരണ ശീലം വെച്ചിട്ട് ഞാൻ പറയുന്നത്. ഒരാളുടെ സാധാരണ ശീലം, അയാൾക്ക് എഴുന്നേറ്റ് ഉടനെ ഒന്നിക്ക് ബഹിഷ്കരിച്ച് ഉടനെ അവർക്ക് കട്ടൻ ചായ കൊണ്ടുവരും, അല്ലെങ്കിൽ ഒരു പാൽ ചായ കൊണ്ടുവരും അല്ലേ? അങ്ങനെ ഒരു ശീലമുണ്ട്. അത് 8 മണിയാകുമ്പോഴേക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് തലവേദന തുടങ്ങും. 10 മണിയാകുമ്പോഴേക്ക് നാസ്ത കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് ഒരു എന്തെന്നില്ലാത്ത ഗ്യാസ് തുടങ്ങും അല്ലേ? പക്ഷേ നമുക്ക് നോമ്പായി കഴിഞ്ഞാലുണ്ടല്ലോ ഈ ഒരു സംഭവം ഇല്ല. ഇനി അവർ അത്താഴം കഴിച്ചിട്ടില്ലെങ്കിലും ചായ കുടിച്ചിട്ടില്ലെങ്കിലും അവർക്ക് തലവേദന, ഗ്യാസ് ഒന്നുമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാലുണ്ടല്ലോ നമ്മളെ നീയത്താണ്. നമ്മൾ ആദ്യം തന്നെ കരുതി എന്താണ്, നാളെ എനിക്ക് സ്വഭയ മുതൽ മഗ്‌രിബ് വരെ ഒന്നും കിട്ടാൻ പോകുന്നില്ല കേട്ടോ, എല്ലാം ബ്ലോക്കാണ്. നമ്മൾ മാനസികമായിട്ടും അത് വിശ്വസിച്ച് കഴിഞ്ഞു, ഇനി എനിക്കൊന്നും കിട്ടാനില്ല. അതാണ് നീയത്ത്. മർമ്മത്തിലേക്ക് വഹിക്കുന്ന പ്രധാന പ്രവൃത്തി എന്താണ്? ആ നീയത്ത് ശരിയാക്കുക, എന്നിട്ട് അതിലേക്ക് നീങ്ങുക എന്നുള്ളതാണ്. നീയത്ത് ശരിയായിട്ടില്ലെങ്കിൽ എന്താണ്, ബാക്കി എന്ത് ചെയ്തിട്ടും അത് കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ബലിയാശുദ്ധിന്റെ കാര്യം അല്ലേ? നമ്മൾ നീയത്ത് വെക്കാതെ വെറുതെ തലയിൽ വെള്ളം കുട്ടി, അതായത് ശരീരത്തിൽ വെള്ളം ഒഴിച്ച് അത് വൃത്തിയാക്കി എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ നിസ്കരിക്കുന്നൊന്നും ശരിയാവില്ല. കാരണം വലിയ അശുദ്ധിയിലായി ആളുള്ളത് അല്ലേ? അപ്പൊ നീയത്ത് നമ്മൾ ചെയ്തിട്ടില്ലേ എന്നാൽ ആ കർമ്മം വിഫലമാണ്. അപ്പൊ നീയത്ത് മെയിനാണ്. അതുപോലെ തന്നെ ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തെ കാര്യമായ ഷഹാദത്ത് കലിമ, ആ ഷർത്തും ഫർളും അനുസരിച്ച് അത് ആരോടാണ് സ്വീകരിക്കുന്നത് ആ ആളോട് സ്വീകരിച്ച് പ്രവൃത്തി പദത്തിൽ കൊണ്ടാന്നല്ലാതെ ബാക്കിയുള്ള കർമ്മങ്ങൾ ശരിയാവില്ല, അഥവാ വിഫലമാണ്. അത് ഫലവത്താവണമെങ്കിൽ എന്ത് വേണം? ആദ്യത്തെ കാര്യം നമ്മൾ ശരിയാക്കണം, അഥവാ നീയത്ത്. ഞാൻ എന്താകുന്നു, ഞാൻ എന്തിനാണ് നിലനിൽക്കുന്നത്, എൻ്റെ മുദ്രാവാക്യം എന്താണ് എന്ന് മനസ്സിലാക്കി അത് ആരോടാണ് സ്വീകരിക്കേണ്ടത്, അതിൻ്റെ ഷർത്ത് എന്താണ്, അതിൻ്റെ ഫർള് എന്താണ്, അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ എത്ര പ്രാവശ്യമാണ് ഞാൻ അത് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ അറിയാം ളുഹർ നമസ്കാരം 4 റക്അത്താണ്, അത് ളുഹറിനാണ് നിസ്കരിക്കേണ്ടത്. അസ്ർ 4 റക്അത്താണ്. അതുപോലെ ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ എത്രയാണ് ചെയ്യണമെന്നൊക്കെ അറിയാം. പക്ഷെ ഒന്നാമത്തെ കാര്യമായ ഷഹാദത്ത് കലിമ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, എപ്പോഴാണ് നമ്മൾ ചെല്ലിയത്, എപ്പോഴാണ് ചെല്ലേണ്ടത്, എപ്പോഴൊക്കെയാണ് ചെല്ലേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അത് അതിൻ്റെതായ അഹ്ലുകാരോട് അത് സ്വീകരിച്ചാൽ അല്ലാതെ നമുക്കത് ബാക്കിയുള്ള കാര്യത്തിലേക്ക് പ്രവർത്തിക്കാൻ നമുക്ക് അർഹതയില്ലാതെന്നല്ല, നമ്മൾ വെറുതെ കർമ്മത്തിലേക്ക് പോകും മാത്രം, മർമ്മത്തിലെത്തില്ല. നമ്മൾ ഈ കാര്യം മർമ്മത്തിലെത്തിക്കണം എന്ത് കഴിയണം? നമ്മൾ ആദ്യം അതിൻ്റെ അഹ്ലുകാരോട് അത് സ്വീകരിക്കണം. അത് റസൂലുള്ളാഹിക്ക് പലവട്ടം പറഞ്ഞതാണ്, പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ഇന്നൽ ഇൻസാന ഇദാലക്കും തനക്കനത് ദിക്ര ഷരീഫ് അല്ലദീ ഹുവ തൗഹീദ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ വളരെ പ്രസിദ്ധമായ വാക്കുകളുണ്ട്. അഥവാ ഒരു മനുഷ്യനെ പറ്റിയിട്ട് പറയുന്നു, ഏതെങ്കിലും വിഭാഗത്തിൽ ഏതെങ്കിലും സമുദായത്തിൽപ്പെട്ട ഒരാളെ പറ്റില്ല. ഒരു മനുഷ്യൻ അവന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിസ്ബത്തുള്ള ഒരു ഷെയ്ഖിൽ നിന്ന് തൗഹീദ് സ്വീകരിച്ചില്ലെങ്കിൽ അവന് ഏറ്റവും അത് ആവശ്യമായി വരും. ഏറ്റവും ആവശ്യമായി വരുന്ന സമയം ഒരാൾക്ക് തൗഹീദ് ഏറ്റവും ആവശ്യമായി വരുന്ന സമയം എന്ന് പറഞ്ഞാൽ അയാൾ സക്കറാത്തിന്റെ സമയം, അവസാനത്തെ ശ്വാസത്തിന്റെ സമയമാണ്. ആ സമയത്ത് അത് അവനക്ക് നാവിലും അവന്റെ റൂഹിലേക്കും അത് വരണമെങ്കിൽ എന്ത് വേണം? ഒരു സിൽസില
മുറബിയായ ഷെയ്ഖിൽ നിന്ന് ഈ തൗഹീദ് സ്വീകരിച്ചിരിക്കണം. അതാണ് അതിന്റെ കർത്തും അതിന്റെ പറഞ്ഞപ്പെട്ട ഒരു കാര്യമാണത്. ഒരു ഷെയ്ഖിൽ നിന്ന് ഒരു മുറബിയായ ഷെയ്ഖിൽ നിന്ന് തൗഹീദ് സ്വീകരിക്കുക, എന്നിട്ട് അത് റൂഹിൽ കൊണ്ട് നടക്കുക. എങ്ങനെയാണോ ഷെയ്ഖ് നിർദ്ദേശിക്കുന്നത് ആ രീതിയിൽ കൊണ്ട് നടക്കുക. എന്നാൽ മാത്രമേ ബാക്കി 4 കർമ്മങ്ങളും ഈ നമ്മ പറയുന്ന മർമ്മത്തിലേക്ക് എത്തുള്ളൂ. അല്ലാതെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറെ നിൽക്കിരിക്കുക, അതോ നിൽക്കുക കുറെ ഇരിക്കുക എന്നുള്ള സംഭവം മാത്രമേ നടക്കുന്നുള്ളൂ. നമ്മളെ സംബന്ധിച്ചോളം നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവും. ഞാൻ ഇന്ന് നിസ്കരിച്ചിട്ടുണ്ട്, ഞാൻ സുബഹി നിസ്കരിച്ചിട്ടുണ്ട്, ഞാൻ ളുഹ്ർ നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷെ ആ മേറാജുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല. അത് എത്തണമെങ്കിൽ എന്ത് വേണം? ആദ്യത്തെ ആ നീയത്തുണ്ടല്ലോ, അത് നമ്മൾ ലെവലാക്കിയാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അത് ഫലവത്താവും. ആ മർമ്മത്തിലേക്ക് എത്തുള്ളൂ. നമ്മളിങ്ങനെ കുറെ അമ്പ് ചെയ്തു, എന്താ കാര്യം? നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിൽ തട്ടണ്ടേ, അല്ലാതെ ഇങ്ങനെ വെറുതെ ലക്ഷ്യമില്ലാതെ വിട്ടിട്ട് കാര്യമുണ്ടോ? അപ്പൊ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ, അഥവാ മേറാജുൽ മുഅ്മിനീന എന്നുള്ള സംഭവത്തിലേക്ക് എത്തണമെങ്കിൽ, മുഅ്മിനീങ്ങളുടെ മേറാജ് നമ്മൾ നിസ്കാരം ആക്കണമെങ്കിൽ എന്ത് വേണം? ഈ ആദ്യത്തെ നീയത്തും അതിന്റെ മർമ്മങ്ങളും ശരിയായി അറിഞ്ഞിരിക്കണം. ഇനി അറിയാത്ത ആളാണെങ്കിലോ ഈ അറിഞ്ഞ ആളുണ്ടാവും എന്തായാലും. കാരണം ഒരു മുറബിയായ ഷെയ്ഖ് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാലത്തും വെറുതെ ജനങ്ങളെ പൊട്ടന്മാരായിട്ടൊന്നും ആക്കുകയും ചെയ്യില്ല. അതിലേക്ക് ഒരാളെ അയക്കന്നെ ചെയ്യും അള്ളാഹുവിന്റെ ഖലീഫയായിട്ട്. അത് ഖുർആനിലൊക്കെ ആദ്യം തന്നെ പറഞ്ഞതാണ്, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാനിതാ ഭൂമിയിലേക്ക് നിങ്ങൾക്ക് ഖലീഫമാരെ അയച്ചുകൊണ്ടിരിക്കുന്നു. അത് ആദ്യ നബി മുതൽ തുടങ്ങിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ അംബിയാ മുർസലീങ്ങളായിട്ട് വന്നു. അതിനുശേഷം പിന്നെ ഔലിയാക്കളാണ് അതിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തത്. അതിൽ പ്രധാനിയാണ് റസൂലുള്ളാഹി ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അതുപോലെ തന്നെ റിഫായി ഷെയ്ഖ്, അതുപോലെ തന്നെ അജ്മീർ ഖാജ, മമ്പറന്തങ്ങൾ, ഇവരൊക്കെ അതിൽപ്പെട്ടവരാണ്. അപ്പോ അവരിൽ നിന്ന് ആ സമുദായം, ആ കാലഘട്ടത്തിൽ സമുദായം ഏതാണോ ആ കാലഘട്ടത്തിൽ ആരാണോ ഈ തൗഹീദ് കൊടുക്കാൻ അർഹരായിട്ടുള്ള ഒരു ഷെയ്ഖ്, ആ ഷെയ്ഖിനെ പിടിക്കുകയും അവരുടെ സുഹബത്ത് സ്വീകരിക്കുകയും അവരിൽ നിന്ന് തൗഹീദ് സ്വീകരിച്ച് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ കർമ്മങ്ങൾ മർമ്മത്തിലേക്ക് എത്തുള്ളൂ. കർമ്മങ്ങൾ നമ്മൾ ശരിയായിട്ടുണ്ടാവും, ആൾക്കാർ കാണുമ്പോൾ വളരെ നിസ്കാരക്കാരനാണ്, എല്ലാം സക്കാത്തുകാരനാന്നൊക്കെ മനസ്സിലാവും. പക്ഷെ അള്ളാഹുവിൻ്റെ അടുത്ത് അതൊന്നല്ല. ഇത് മർമ്മത്തിൽ എത്തുന്നുണ്ടോ, തട്ടുന്നുണ്ടോ, എവിടെയാണോ തട്ടേണ്ടത് അത് തട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു പോസിറ്റീവ് മറ്റേ പോസിറ്റീവ് കൂടി വിട്ടിരിക്കുകയാണ്. അത് രണ്ടും തട്ടിച്ചാൽ നമുക്ക് ബൾബ് എത്തോ? അതുപോലെ ഈ മർമ്മത്തിലേക്ക് സാധനം തട്ടിച്ചാൽ മാത്രമേ ഈ മേറാജുൽ മുഅ്മിനീനോ അല്ലെങ്കിൽ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ലക്ഷ്യം, ആ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ നമ്മൾ നിയ്യത്ത് ശരിയാക്കണം. അതുപോലെ തന്നെ ആദ്യത്തെ തൗഹീദ് എന്ന് പറഞ്ഞ സാധനം ആരോട് വാങ്ങണം, എങ്ങനെ ചെയ്യണം, എന്തിനു വേണ്ടി പ്രവർത്തിക്കണം എന്നും കൂടി മനസ്സിലാക്കി അത് പ്രവർത്തിച്ചാൽ മാത്രമേ ബാക്കി കർമ്മങ്ങൾ നമ്മൾ വെറുതെ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. അത് മർമ്മത്തിൽ എത്തിക്കാനുള്ള കർമ്മം കുറച്ച് ചെയ്താലും മതി. അത് ഒരൊറ്റ സുജൂദത്തിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കർമ്മങ്ങളും കിട്ടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. അതൊക്കെ ആത്മജ്ഞാനികൾക്ക് മാത്രമേ അത് മനസ്സിലാവും. അത് അവരിൽ നിന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുമായിട്ട് സമ്പർക്കം പുലർത്തണം. അതിൽ പ്രധാനിയാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മഹാനായ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി, ആലുവയിലെ ജീലാനി ഷെരീഫിലുണ്ട്. ഏത് സമയത്ത് വന്നാലും നിങ്ങൾക്ക് കാണാം, അവരുടെ സുഹബത്ത് സ്വീകരിക്കാം. അവരിൽ നിന്ന് എന്താണോ കിട്ടുന്നത് അത് സ്വീകരിച്ച് അത് മർമ്മത്തിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം നടത്തുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അവരുടെ സുഹബത്ത് സ്വീകരിക്കാനും കാമിലായി ഇവിടുന്ന് ചിരിച്ചുകൊണ്ട് യാത്ര ചെയ്യാവുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്താനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.